അരവിന്ദ് കെജ്രിവാൾ അകപ്പെട്ടതുപോലുള്ള കേസുകൾ നോക്കൂ. പണം തിരിമറി കേസ് വ്യാജമാണെന്ന് കോടതിയിൽ തെളിയിക്കുന്നത് വരെ ജാമ്യം കിട്ടില്ല. പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന ഒറ്റവാദം മതി ജയിലിലടയ്ക്കാൻ. അവിടെ കേസ് തെളിയിക്കേണ്ടത് അന്വേഷണ ഏജൻസിയുടെ ബാധ്യതയല്ല. കേസ് തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് അറസ്റ്റിലാകുന്നവരുടെ മാത്രം ബാധ്യതയാണ്. ഇപ്പോ ഈ കേസോ ആരോപണമോ ഒന്നുമില്ലാത്ത ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രി പോലുമില്ല. നേരിട്ട് കേസില്ലെങ്കിലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ അന്വേഷണമുണ്ട്. ആ അന്വേഷണത്തിന്റെ മുന മുഖ്യമന്ത്രിയിലേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. ഇത്തരമൊരു കേസിൽ അന്വേഷണ ഏജൻസി ആരോപിക്കുന്നതാണ് കോടതിയിൽ നിലനിൽക്കുക. കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരായ മുഡ കേസ് അതീവ ഗുരുതരമാണ്. സംസ്ഥാന ഖജനാവിന് 55 കോടി നഷ്ടമുണ്ടാക്കി ഭാര്യയുടെ പേരിൽ 14 സ്ഥലങ്ങൾ കണ്ണായ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു എന്നാണ് ആ കേസ്. മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിക്കും എതിരെയുള്ള കേസുകൾക്കും കയ്യും കണക്കുമില്ല. അഴിമതി കേസും അറസ്റ്റും ഉണ്ടായിട്ടും 2 മന്ത്രിമാരെ 1 വർഷത്തോളം സ്ഥാനത്ത് നിന്നും മാറ്റാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തയ്യാറായില്ല. ഒടുവിൽ അവർക്കിരുവർക്കും രാജിവെക്കേണ്ടി വന്നു. കേസ് വരുമ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജിവെക്കേണ്ടത് ധാർമ്മികതയുടെ പേരിലാകണം. അതുപോലെ കേസ് എടുത്താൽ തന്നെ അവരെ രാജിവയ്പ്പിക്കാം എന്ന നിലയുണ്ടാകുന്നതും ആശ്വാസമല്ല. അതിനാദ്യം അന്വേഷണ ഏജൻസികൾ അവയുടെ വിശ്വാസ്യത തെളിയിക്കണം. ED മേലാളന്മാർ കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലാകുന്ന രാജ്യത്താണ് ഇത്തരമൊരു നിയമം എന്നതാണ് പരിഹാസ്യം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.